വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടൊരു ഫുൾ ലെങ്ത് വീഡിയോയിൽ ഞാൻ എൻ്റെ പാർട്ട്ണറിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. സാധാരണ ഞാൻ വ്ളോഗിൽ അവിടെ ഇവിടെയൊക്കെ കാണിക്കലല്ലേ ഇനി. അപ്പോൾ ഇന്ന് ഞാനൊരു ഫുൾ ലെങ്ത് ആയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ മീറ്റ് മൈ പാർട്ട്ണർ അക്ഷയ് കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഞാൻ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് കാണിച്ചു കൊടുക്കും. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഗെസ് ചെയ്യാന്നുള്ളതാണ് അക്ഷയുടെ ഇന്നത്തെ ചാലഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു അറ്റാക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോർമലി ഞാനിപ്പോൾ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടെയൊക്കെ പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. കാരണം പുറത്തേക്ക് ഇപ്പോൾ ലോങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിന് പോവുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണമൊക്കെ കൂടാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. കാരണം ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നാലും ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല. നോർമലി ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്റ്റേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? റെഡിയാണോ? ഇങ്ങനെ മെസ്സി ആയിട്ട് ഇരിക്കല്ലേ, കുറച്ച് ഉഷാറായിട്ട് ഇരിക്കും, കാലൊക്കെ കാട്ടി. അപ്പോൾ എനിക്ക് പ്രൊഡക്റ്റിന്റെ പ്രൈസ് എനിക്ക് തന്നെ വലിയൊരു ഓർമ്മ ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ അതിൽ നോട്ട് ചെയ്ത് വെച്ചാട്ടോ, നോക്കരുത്. അപ്പൊ ആദ്യം നമുക്ക് ചെറിയ പ്രൈസ് ഉള്ള സാധനത്തിൽ തന്നെ തുടങ്ങാം. അപ്പൊ ആദ്യം ഞാൻ ഒരു ഐലൈനർ ആണ് കാണിക്കാൻ പോകുന്നത്. ഇതാണ് ബയോട്ടിക്കിന്റെ മാജിക് ലൈനർ. ഇത് ഇപ്പോഴൊക്കെ ഞാൻ അതാണ് യൂസ് ചെയ്തത്. ഒരു ഐലൈനർ ആണ്. ഓക്കെ, കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ എഴുതൂലേ, ആ സാധനമാണത്. ഇതിന് എത്ര രൂപ ഉണ്ടാവും? 20 രൂപ. 66 രൂപ. ഇനി അടുത്തതായിട്ട് ഇതിനേക്കാൾ കുറച്ചും കൂടി എന്താ പറയാ ഇതിനേക്കാളും വില കുറവുള്ള കൂട്ടത്തിൽ വില കുറവുള്ള ഒരു സാധനമാണ് ലിപ് ബാം. ഇത് ജീവ്സ് ഹെർബൽസിന്റെ ഒരു ലിപ് ബാം ആണ് കേട്ടോ. ഇതിന് എത്ര രൂപ ഉണ്ടാവും? ഞാൻ നോക്കിക്കോ. 50? ഇതിന് 160 രൂപ. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന 2 ലിപ്സ്റ്റിക് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് ലൈറ്റ് ഒന്നും അളക്കല്ലേ, 2 ലിപ്സ്റ്റിക് പ്രൊഡക്റ്റ് ആണിത്. കുറെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഉണ്ട്, പക്ഷെ എന്താ പറയാ, ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന 2 ഷെയ്ഡാണ്. ഒന്ന് മാർസിന്റെ കോറസ് ഗേളും പിന്നെ പാറോൾ ഗർഗിന്റെ പ്രൈം റോസും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ലിപ്സ്റ്റിക് മനസ്സിലായില്ലേ, ചുണ്ടിലിടുന്ന ഒരു കളറല്ലേ, വ്യത്യാസമുണ്ട്. അത് രണ്ടും വ്യത്യാസമുണ്ട്. അത് ഗസ് ചെയ്തോ, ഇത് ഗസ് ചെയ്തോ. 150. അപ്പൊ ഇതോ 200. ഇതിന് 499 റുപ്യാണ്. ഇതിന് മാർസിന്റെ 244. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഇതിലൊരു ഐറ്റം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ. 2 ഐഷാഡോ പാലറ്റ് ആണ്. അപ്പം ഇത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് മേടിച്ചൊരു സാധനമാണ്. കാരണം എനിക്ക് ഐഷാഡോ പാലറ്റിനോട് കുറച്ച് ക്രേസ് ഉണ്ട്, പക്ഷെ അത് വാങ്ങുമ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് ആവണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയതാണ്. റെവല്യൂഷന്റെ മേക്കപ്പ് റെവല്യൂഷൻ 2. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇതിലെല്ലാ കളേഴ്സും ഇല്ല. അപ്പോൾ കുറച്ച് ന്യൂഡ് കളേഴ്സ് ഉള്ളത് ഇൻസൈറ്റിന്റെ ഒരു ഓൾ ഐസ് ഓൺ യു എന്ന് പറഞ്ഞിട്ടൊരു ഐഷാഡോ പാലറ്റും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും പ്രൈസ് ഒന്ന് ഗസ് ചെയ്യും. ആദ്യം ഈ റെവല്യൂഷന്റെ പാലറ്റിന്റെ ഗസ് ചെയ്തോ. 599. വാ, നല്ലൊരു ഗസ് ആണ്. അപ്പൊ ഈ ബ്ലാക്കിന് എത്രയായിരിക്കും? 399. ഉറപ്പല്ലേ? ഈ പാലറ്റിന് 1833. ഈ പാലറ്റിന് 335. ഇത്ര 303 പറഞ്ഞേ? 335. ഏകദേശം 833. കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ ഇടൂല, ഞാൻ ഇട്ടാണ്ടില്ല ഗിൽറ്റൊക്കെ. 1833. പിന്നെ ഞാൻ കാര്യം പറഞ്ഞുപോയി. ഇതില് ഒരു 20 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഒരു 10 പ്രൊഡക്റ്റ് അക്ഷയടം കറക്റ്റ് ആയിട്ട് അതിന്റെ പ്രൈസ് ഗസ് ചെയ്യുകയാണെങ്കിൽ അക്ഷയടം പറയുന്നതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഞാൻ ഒഴിവാക്കിയിരിക്കും. ഞാൻ ലൈഫ് ലോങ് പിന്നെ അത് യൂസ് ചെയ്യില്ല. ലിപ്സ്റ്റിക് ഒഴികെ വേറെ എന്ത് പറഞ്ഞാലും ഞാൻ ഇത് ഒഴിവാക്കും. പകരം ഞാൻ വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കും. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. അതായത് നോർമലി ഞാൻ യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷന് പകരം യൂസ് ചെയ്യുന്നതാണ്. ഇതാണ് BB ക്രീമാണ്. മൈഗ്ലാമിന്റെ 2 ഷെയ്ഡിന്റെ, ഒന്ന് എക്സ്ട്രീം ലൈറ്റ് ഷെയ്ഡും ഒന്ന് എക്സ്ട്രീം ഡാർക്ക് ഷെയ്ഡും. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യല്. അപ്പം ചില സമയത്ത് എനിക്ക് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് കാണണം തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് മിക്സ് ചെയ്യും. അതല്ല എൻ്റെ നോർമൽ ഷെയ്ഡ് തന്നെ മതി എന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് മിക്സ് ചെയ്യും.
പൊട്ടി. ഇതിന് എത്രയ്ക്കും? 150-130. ഇതിന് ഒന്നിന് 749. എന്തൊരു കണ്ടാലും എടുത്ത് മോന്തയ്ക്ക് പരട്ടും. 750. നെക്സ്റ്റ് ഒരു കൺസീലർ പാലറ്റ്. ഇത് കുറച്ച് ചീപ്പാണ് കേട്ടോ. ചീപ്പാണെന്നല്ല, കൺസീലർ ഇതാണ് ഞാൻ യൂസ് ചെയ്യല്. ഇൻസൈറ്റിന്റെ പ്രോ കൺസീലർ പാലറ്റ്. ഇത് എന്തിനാണെന്നറിയോ? ഇപ്പോൾ ഡാർക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അണ്ടർ ഇതൊക്കെ ഉണ്ടാവില്ലേ, എന്താ പറയുക, ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ച് നമ്മളിങ്ങനെ പാടുകളൊക്കെ ഇങ്ങനെ മറയ്ക്കും. അപ്പൊ ഇതിന് എത്രയായിരിക്കും? കണ്ണിന് മായ്ക്കുന്നല്ലേ? കണ്ണിനല്ല, മുഖത്ത് എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മായ്ക്കാം, കറക്റ്റ് ചെയ്യാം. ഒരു 250 ഒരു 9 പിടിക്കാം. എടാ കറക്റ്റ് 247. ചെറിയ 2 വ്യത്യാസമുണ്ട്. അപ്പൊ 2 പ്രൊഡക്റ്റ് ആയിട്ട് ഏകദേശം മനസ്സിലായി തുടങ്ങി. നെക്സ്റ്റ് വരുന്നത് ഇത് സ്വിസ് ബ്യൂട്ടിന്റെ ഐബ്രോ ആൻഡ് ജെൽ ഐലൈനർ ആണ്. 2 എണ്ണത്തിൽ വരുന്നുണ്ട്. ഒന്ന് നമുക്ക് ജെൽ ഐലൈനർ ആയിട്ട് യൂസ് ചെയ്യാം, ഒന്ന് ഇത് പൗഡർ ആണ് ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട്. എന്ത്? അത് ഐ ഷാഡോ. ഇത് ഐബ്രോ എന്ന് പറഞ്ഞാല് പിരികം ഫില്ല് ചെയ്യാൻ വേണ്ടിട്ടും ജെൽ ഐലൈനർ, അത് ജെല്ലായിട്ട് യൂസ് ചെയ്യുന്ന ഐലൈനർ. ഇപ്പൊ വേറെ ഉണ്ട്, പറയൂ. ഇതിന് 80. ഇത് ചെറിയതായതുകൊണ്ടാണ് 80 പറഞ്ഞത്. 429. ഈ ഒരു സാധനത്തിനോ? 429. ഞാൻ ചേട്ടൻ കുറെ നേരമായി പറഞ്ഞത് കൺമഷി. ഇതാണ് കൺമഷി. ഫേസസ് കാനഡന്റെ ഫേസസ് കാനഡന്റെ മാഗ്നറ്റ് ഐസ് സ്കൾപ്ചർ. പണ്ട് പഠിക്കുന്ന കാലത്ത് മിസ്സിന്റെ അടുത്ത് റെഡിന്റെ പേനുണ്ടോ? അതേമാതിരി പേനയാ? ഇത് കൺമഷി പറയും. കൺമഷി പറഞ്ഞു. എന്താണിത്? ഇത്ര ഉണ്ടാവും ഇരിക്കുമ്പോ അങ്ങനെ പെന്നുമാരി ഇങ്ങനെ കൺമഷി. 45. 189. ഈ ഒരു ചെറിയ സാധനത്തിനോ? ഇനി ഇതാണ് മസ്കാര. ഡബിൾ ട്രബിൾ ആട്ടോ ഞാൻ വാങ്ങിയത്. ഇത് എന്ന് വെച്ചാൽ 2 മോഡിൽ നമുക്ക് യൂസ് ചെയ്യാം. കണ്ണിന്റെ പീലിയിൽ ഇങ്ങനെ ഇടുന്നത് ഞാൻ പറ്റില്ല. ഇത് ലൈറ്റ് കുറച്ച് ഒരു സിമ്പിൾ ലുക്ക് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടാൽ മതി. എനിക്കിഷ്ടായി സ്മെല്ല്. അതല്ല, നമുക്ക് കുറച്ച് നല്ല ബോൾഡ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇട്ടാൽ മതി. അല്ല, ഒന്നേ ഉള്ളൂ. ഇത് ഓരോ മോഡാണ് ഇതിന്റെ. ലെങ്ത് വേണമെങ്കിൽ ഫസ്റ്റ് മോഡ് യൂസ് ചെയ്യാം. ലെങ്ത് വേണ്ട വോളിയാണ് വേണ്ടെങ്കിൽ രണ്ടാമത്തേത് യൂസ് ചെയ്യാം. ഇതിന് എത്ര ഉണ്ടാവും? ഞാനൊരു 2 എണ്ണമൊക്കെ വന്ന സ്ഥിതിക്ക് ഒരു 400. 300 രൂപ. ആദ്യമായിട്ട് പറഞ്ഞതിൽ കുറഞ്ഞു പോയത്. ഇനി ഇതാണ് സ്ട്രോപ്പ് ക്രീം. ഞാൻ ഹൈലൈറ്ററിന് പകരം സ്ട്രോപ്പ് ക്രീം ആട്ടോ യൂസ് ചെയ്യല്. ഇതും ഫേസസ് കാനഡന്റെ തന്നെ ഗോൾഡ് ആണ്. 30 ml ഉള്ളൂ. ഇതിന് എത്രയായിരിക്കും? ഇതിന് എത്രയാ? ഇതെന്താ മനസ്സിലായോ? നമ്മൾ കവളത്തൊക്കെ തിളങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇടല്ലേ, ഹൈലൈറ്റ് ആവാൻ വേണ്ടി. ഇവിടെയൊക്കെ എത്രയാ? ഇത് തിളക്കല്ല, 350. 599 രൂപ. ഞാൻ ആദ്യം പറയേണ്ട അവസാനം പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം കഴിയാനായിട്ട്. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ, പ്ലമ്മിന്റെ. മോയ്സ്ചറൈസർ മനസ്സിലായി, ഞാൻ തുടക്കത്തിലിടുന്ന ഫസ്റ്റ് ഇടൂലേ, ഇത് ഞാൻ കാണല്ലേ എപ്പോഴും. പ്രൈമർ അല്ല, പ്രൈമർ വരാണ്ട്. പ്രൈമർ അല്ല, മോയ്സ്ചറൈസർ. നമ്മള് സ്കിന്നൊക്കെ ഇങ്ങനെ ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന പ്ലമ്മിന്റെ. 500 പറയുന്നത്. 525. വാവ്, 4 ആയിട്ട് കേട്ടോ കറക്റ്റ് പറയുന്നത്. ഇത് പ്രൈമർ ആണ്, മാക്കിന്റെ പ്രപ്പ് ആൻഡ് പ്രൈം ആണ്. ഇതാണ് പറഞ്ഞ പ്രൈമർ. അത് ജെല്ലായിട്ടും ഉണ്ടാവും, സ്പ്രേ ആയിട്ടും ഉണ്ടാവും, രണ്ടായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് പ്രൈമർ എന്ന് പറഞ്ഞാൽ നമ്മൾ മേക്കപ്പിന് ബേസ് ആയിട്ട് ഇടുന്ന സാധനം. അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. വേർത്ത് ഒഴുകുന്നു. വ്ളോഗ് കഴിയുമ്പോഴേ അക്ഷയുടെ വേർത്ത് ഒഴുകി. 325. 2300. 2300 മോൻ കഴിവണത് ആട്ടും പാലിന്. ഹോ, ചെലവോട് ചെലവ്, എന്തൊരു കഷ്ടം. പ്രൈമർ ഇത് ഞാൻ തിളങ്ങും ഫസ്റ്റ് ബേസ് ആയിട്ട്. ഇനി ഒരൊറ്റ പ്രൊഡക്റ്റും കൂടി ഉള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞാൽ ഇത് സ്വിസ് ബ്യൂട്ടിന്റെ ബോൾഡ് മാച്ച് ലിപ് ലൈനർ ആണ്. ഇതിലൊരു 12 ലിപ് ലൈനേഴ്സ് ഉണ്ട്.
എല്ലാം നല്ല അടിപൊളി ലിപ്സ്റ്റിക് ആണ്. പക്ഷെ ലിപ്സ്റ്റിക് എന്നല്ല, നമ്മളിങ്ങനെ ലിപ്സ്റ്റിക് ഇടുന്നതിന്റെ മുന്നേ അങ്ങനെ വരയ്ക്കുന്ന ഒരു സാധനമാണിത്. അതിനും ഉണ്ടോ? ആ, അപ്പൊ ഇങ്ങനെ നല്ലൊരു ബോൾഡായിട്ട് നിൽക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിന് എത്രയായിരിക്കും? ഇതൊരു 12 ഉണ്ട് ഇതില്. അപ്പം 12 ഇൻറ്റു നേരത്തെ ഒന്നിന് 30 റുപ്യ 80 റുപ്യ 45 ഏകദേശം 500 ചില്ല ഉണ്ടാവും. 633 രൂപ. ഒരു 100 രൂപേനെ കുറവേ ഉള്ളൂ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് ഗൈസ്. ഇതിന് ഞാൻ ടോണർ ഇൻവോൾവ് ചെയ്തില്ല, കാരണം ടോണർ തീർന്നു പോയി. പിന്നെ അത് പുതിയത് വാങ്ങണം. അപ്പോൾ ഞാൻ സൺസ്ക്രീനോടെ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. സൺസ്ക്രീൻ പ്ലമ്മിൻ്റെ തന്നെ. റേറ്റ് വലിയൊരു ഉണ്ടല്ലോ. ഇത് എത്ര ഉണ്ടാവും? നോക്കണ്ട, ഞാൻ തന്നെ നോക്ക്. ഇത്രയും എനിക്ക് ഓർമ്മയില്ല. ഇന്ത്യ കൂടെ നോക്ക്, ആലോചിക്കും. ഞാൻ അപ്പത്തേ നോക്കി കണ്ടിരിക്കട്ടെ. അത് ഏകദേശം 125. 125 മുകളിലുണ്ടാവും. 399 രൂപ. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പ്രൊഡക്റ്റ് എല്ലാം അക്ഷയുടെ വേർത്ത് കുറിച്ച്. ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ട് അല്ലാത്തോണ്ട് ഞമ്മക്ക് ഗപ്പൊന്നും കിട്ടിയില്ല എന്ന് മാത്രം. ടെൻഷൻ ആവണ്ട. ഇതൊക്കെ എന്ത്? അപ്പൊ എന്താണ് ഈ വീഡിയോയെ പറ്റി പറയാനുള്ളത്? ഈ പൈസ കൂട്ടി ഒരു ബൈക്ക് വാങ്ങും. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പൈസ എല്ലാം കൂടി കൂട്ടിയല്ലോ, എനിക്കറിയില്ല. ഞാൻ വേണമെങ്കിൽ ഒന്ന് കൂട്ടിയിട്ട് ഇവിടെ ഞാൻ ടാഗ് ചെയ്യട്ടെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ. ഇല്ല, ബൈക്ക് വാങ്ങാൻ പറ്റില്ല. ആ ബൈക്ക് വാങ്ങാം. 2000 രൂപന്റെ സാധനത്തിലോ ഒന്ന്. വേറൊന്നും പറയാല്ല. വേറെന്താ പറയാ? ഇപ്പൊ നിങ്ങളും ഉണ്ടായിരിക്കുന്ന നോക്കണ്ട. പൊറഞ്ഞൊടങ്ങിയിരിക്കേ. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. കോങ്ങോട്ടടിച്ചിട്ട് ഇതൊക്കെ വീഡിയോ വിലക്കില്ലെങ്കിൽ ഇതൊക്കെ ഇട്ടു ഞാൻ. അവസാനം എല്ലാരും കൂടി വരും. എന്താണ് ഭാര്യ പീഡനാന്ന് പറഞ്ഞിട്ട് ഓനെ എല്ലാരും മുളകെല്ലാം കൂടി സൈഡാക്കി പറഞ്ഞിട്ട്. ഇപ്പൊ വരുന്നൊന്നും നോക്കണം കേട്ടോ. എന്റെ അക്ഷരൊന്ന് കാലാട്ടണം. അടക്കി അല്ല, ഇങ്ങനെ കെയർലെസ് ആയിട്ടിരിക്കുക. ഒരു വീഡിയോ എടുക്കല്ലേ. അപ്പൊ നിങ്ങൾ ഈ കാണുന്നൊന്നും നോക്കണ്ട. ഇത് ഞാൻ ഇന്നെക്കാട് വയലന്റ് ആണ് ആള്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് എങ്ങനെ ഞാൻ പറയലെന്ന് വെച്ചിട്ട് കഴിഞ്ഞ നേരം എനിക്കൊരു ഉപദേശ ക്ലാസ് ഉണ്ടാവും. എങ്ങനെ നമുക്ക് പൈസ ചെലവ് ചുരുക്കി ഉപയോഗിക്കാം, മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ദൂഷ്യഫലങ്ങൾ, ലിപ്സ്റ്റിക് ഇട്ടാൽ കിഡ്നി അടിച്ചു പോകും, അങ്ങനെ പല ക്ലാസ്സുകളും ഞാൻ അറ്റൻഡ് ചെയ്യാൻ റെഡി ആയി നിൽക്കുകയാണ്. പിന്നെ എനിക്ക് ഇനി ഇതിന് ശേഷം എന്താ സംഭവിക്കുക എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഇതെല്ലാം കൂടി എന്നെ കൊണ്ട് ഇപ്പൊ കൂട്ടിപ്പിക്കും. ടോട്ടൽ ഞാൻ എനിക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ടോട്ടൽ ഇപ്പൊ ആഡ് ചെയ്യണം. കൂട്ടാണോ? ആര് പറഞ്ഞ് എന്താ ബൈക്ക് വാങ്ങാന്നല്ലേ? ഇതില് ഞാൻ ആകെ കൂട്ടാത്ത സാധനം എന്താന്ന് അറിയോ? ഇത് മാത്ര സൺസ്ക്രീന് മാത്രമേ ഞാൻ കൂട്ടത്തുള്ളൂ. സൺസ്ക്രീൻ എത്ര 399 പറഞ്ഞ്? സൺസ്ക്രീന് 399 രൂപ. ഇത് മാത്രമേ കൂട്ടത്തുള്ളൂ കേട്ടോ. 9107 രൂപ ആയിട്ടുള്ളൂ ഇത്രയും സാധനത്തിന്. അല്ല, ചെറിയ പൈസ അല്ല. ഞാൻ പറയാ ഒരു ബൈക്ക് വാങ്ങാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വെച്ച് ബൈക്കിന് എത്ര രൂപ? എന്റെ മുഖത്ത് മാത്രമാണ് 10,000. ബൈക്ക് 9,000 ബൈക്ക് കിട്ടും. നമുക്ക് നാളെ പോയി മേടിക്കൊരു ബൈക്ക്. ഏകദേശം ഇനിയുണ്ടല്ലോ കൊറേ. എല്ലാം കൂടി കൂട്ടുമ്പോ എത്തല്ലോ. ശരിയാ. അപ്പൊ ഗൈസ്, ഇത് ജസ്റ്റ് ഒരു എന്താ പറയാ എന്റർടൈൻമെന്റ് വീഡിയോ ആയിട്ട് മാത്രം എടുക്കുക. ഇനി ഇത് കണ്ടിട്ട് പെണ്ണ് പൈസ കൊണ്ടേതാക്കിയൊന്നും പറയണ്ട. കാരണം ഇത് എത്രയോ വർഷങ്ങളായിട്ടുള്ള എന്റെ സേവിങ്സ് കൂട്ടി എന്റെ എന്താ പറയാ എന്താ നോക്കണം കേട്ടോ. ഞാൻ ഇതിലൊരു പൈസ പോലും, ഒരു കൺമശി പോലും ഇയാള് വാങ്ങുന്നില്ല. ഞാൻ വാങ്ങിപ്പിച്ചിട്ടില്ല. എനിക്ക് ഇഷ്ടമല്ല എന്റെ ബേസിക് നീഡ്സ് വേറെ ആളോട് ചോദിക്കുന്നത്. നോണ ഇത് എന്റെ ഏർണിങ്സ് കൊണ്ട് ഞാൻ നോണ അല്ലല്ലോ കേട്ടോ, ഒരിക്കലല്ല. ഇത് ഞാൻ എന്റെ ഏർണിങ്സ് ചെറുതായിട്ട് ഇങ്ങനെ ഓരോ സേവിങ്സ് എടുത്ത് വെച്ചിട്ട് വാങ്ങുന്നതാണ് ഓരോ പ്രാവശ്യം. അറിയാലോ. പിന്നെ ഇതിൽ കുറച്ച് പ്രൊമോഷൻസ് കിട്ടിയതുണ്ട്, കൊളാബ്സ് കിട്ടിയതുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ പ്രൈസ് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിലെ ചില പ്രൊഡക്ട്സ് ഇതെല്ലാം ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് കേട്ടോ. അപ്പം ഞാനത് എന്തായാലും വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഒരു പ്രൊമോഷനോ കൊളാബോ ഒന്നുമല്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കയറി വാങ്ങുക ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ക്യാൻസർ മുതലുള്ള രോഗങ്ങളൊക്കെ വരുത്തും. എന്താ ടിപ്പിക്കൽ ആണുങ്ങൾ വരി പറയല്ലേ, ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ഓരോന്ന് നടക്കുന്നതൊക്കെ. അപ്പോൾ ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.